നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ വളരെ അർത്ഥഗർഭമായി പറയുന്ന ചില കാര്യമുണ്ട്. സൗദി അറേബ്യയെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, സൗദി അറേബ്യ ചരിത്രത്തിലൊന്നുമായിരുന്നില്ല. സൗദി അറേബ്യ ചരിത്രത്തിലൊന്നുമായിരുന്നില്ല. പിന്നീട് പ്രവാചകനായി മുഹമ്മദ് പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടു. സൗദി അറേബ്യയിലെ ചരിത്രത്തിന്റെ ഭാഗമായി. പ്രവാചകനുടെ കഥാപുരുഷനല്ല, ഭാവനാപുരുഷനല്ല, ആരുടെയെങ്കിലും ഭാവനയിലെ ഒരു സൃഷ്ടിയല്ല, ഒരു കവിഭാവനയല്ല, ഒരു ആചാര്യന്റെ ഭാവനയല്ല, മറിച്ച് മക്കയിൽ ഖുറൈശി ഗോത്രത്തിൽ ആമിനയുടെ അബ്ദുള്ളയുടെ മകനായി ജനിച്ചു. യാതൊരു സംശയക്കാര്യത്തിലില്ല. ജനിച്ചിട്ട് അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമായി ലോകത്ത് മഹാവിപ്ലവം നയിച്ചു. ലോകത്തിന്റെ ചരിത്രം ആ കാര്യം രേഖപ്പെടുത്തി. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ചരിത്രത്തിൽ നിലയില്ല പ്രവാചകൻ ജീവിച്ചു. ആർക്കും തടുക്കാനാവാത്ത വ്യക്തിയായി. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്ന, ലോകത്ത് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ടായി. ലോകത്ത് പല ആളുകളും രാജ്യം ഭരിച്ചു. എന്നാൽ മുഹമ്മദ് നബിയെ കുറിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാൻ, ചരിത്രത്തിലൊന്നുമല്ലാത്ത അറബികൾ, ഒരു ചരിത്രത്തിലൊന്നുമായിരുന്നില്ല. ആ അറബികളെ ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ചിരുന്ന ഒരു ജനപദം. ആ ജനപദം ലോകത്തിലെ ഏറ്റവും സമുന്നതമായ സംസ്കാരത്തിന്റെ ഉടമകളായി എന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയും. വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ഗോർഡൻ ചൈൽഡ് പറയും, എം.എൻ. റോയിയുടെ ഗ്രന്ഥത്തിൽ പറയും, അതുപോലെ തന്നെ ഗിബ്ബന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. The 100 by Michael H. Hart, Chapter 1, Prophet Muhammad sallallahu alaihi wasallam എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയെ 100 മഹാന്മാരുടെ ചരിത്രം, അതിലൊന്നാമത്തെ ആള് പ്രൊഫറ്റ് മുഹമ്മദ് ചാപ്റ്റർ 1 അങ്ങനെ തന്നെ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ആചാര്യൻ അദ്ദേഹം വന്നിട്ട് ലോകത്തെ പഠിപ്പിച്ചത് എന്താ? നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഏറെ വിമർശിക്കപ്പെട്ട നേതാവ് അദ്ദേഹമാണ്. ഏറെ വിമർശിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഏറെ വിമർശിക്കപ്പെട്ട മതം ഇസ്ലാമാണ്. അതെന്താണ് എന്ന് ജനങ്ങളോട് പറയുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിന്റെ ശരിതെറ്റുകളെ, അതിന്റെ ന്യായാന്യായങ്ങളെ വിലയിരുത്തേണ്ട ഒരു സദസ്സും ഇത് തന്നെയാണ്. കണ്ണവത്തെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട്, പ്രവാചകൻ മക്കയിൽ വന്നു. പ്രവാചകനായി അന്നാ ജനത ബിംബാരാധനയിലായി. ഇബ്രാഹിം നബിയെ അവരാരാധിച്ചു. അബ്രഹാം പ്രവാചകനെ, ഇസ്മായിൽ പ്രവാചകനെ, യഹൂക്കിനെതിർ 5 മഹാന്മാരായ ഔലിയാക്കളെ, നല്ല ശ്രേഷ്ഠന്മാരായ മനുഷ്യരെ അവരാരാധിച്ചു. പെൺകുട്ടികളെ ഒരു ജീവനോടെ പൊഴിച്ചുമൂടി. വേശ്യാലയം സാർവത്രികമായി. മദ്യം ധാരാളമായി ഒഴുകി. എല്ലാ തിന്മകളും അവിടെ ഉണ്ടായി. അളവിലും തൂക്കത്തിലും അവർ കൃത്രിമം കാണിച്ചു. ശരി, പ്രവാചകന് 40 വയസ്സാകുന്നവരെ അറബ് ജനതയുടെ അവസ്ഥ അതാണ്. ഇനി അങ്ങോട്ട് ചരിത്രം പരിശോധിച്ചോ. ഏതൊരാളും നിഷ്പക്ഷമായി ഒരു കമ്പാരിറ്റീവ് റിലീജിയൻ, താരതമ്യ മതപഠനം ഒന്ന് നടത്തി നോക്കൂ നിങ്ങൾ. അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഒരു ജനതയ്ക്ക് ഉണ്ടാക്കിയ മാറ്റം എന്താണ്? എങ്ങനെ അദ്ദേഹം മാറ്റിയത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലെ ആയുധം? ലോകത്തൊരു രാജ്യവും അങ്ങനെ മാറിയിട്ടില്ലേ. പരിശാലയമില്ലാത്ത, വേശ്യാലയമില്ലാത്ത, അതുപോലെ ചാരായശാലയില്ലാത്ത, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്ത ഒരു ജനതയെ 23 കൊല്ലം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി എന്നതിൽ ലോകത്തൊരാൾക്ക് അഭിപ്രായഭിന്നതയില്ല. മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഉമറിനെ പോലെയുള്ള ഒരാൾ ഭരിക്കണം. എന്താ അങ്ങനെ പറയാൻ? മഹാത്മാഗാന്ധി ബോധമില്ലാതെ പറഞ്ഞതല്ല, അല്ല മദ്യത്തിന്റെ ലഹരിയിൽ പറഞ്ഞതല്ല. അദ്ദേഹം മദ്യത്തിനെതിരായി ബോധപൂർവം അദ്ദേഹം പറഞ്ഞ വാക്കാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യ ഉമറിനെ പോലെയുള്ളവർ ഭരിക്കണം. എന്തേ അങ്ങനെ പറയാൻ? 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏക ആത്മീയ സാമ്രാജ്യത്തെയും നീതിയിൽ അധിഷ്ഠിതമായി ഭരണം കാഴ്ചവെക്കുക മാത്രമല്ല, ലോക രാജ്യങ്ങൾക്ക് ഇത് മാതൃകയായി. ക്രിസ്ത്യൻ രാജ്യങ്ങൾ വരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സിംഹാസനം ഒഴിഞ്ഞുകൊടുത്തു. നിങ്ങൾ വരൂ, ഞങ്ങളുടെ രാജ്യം ഭരിക്കൂ, നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജനതയുണ്ടാകട്ടെ എന്ന്. ഈജിപ്ത് പോലെ അന്ന് ക്രിസ്ത്യാനികൾ ഭരിച്ചിരുന്ന റോമും പേർഷ്യയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കൽ വരെ ഇസ്ലാമിന്റെ രാജപാത വെട്ടിത്തെളിച്ചുകൊണ്ട് ആ സമൂഹം കടന്നുപോയത്. സുന്ദരമായ ഒരു വിശ്വാസമുണ്ടായിരുന്നു ഇസ്ലാമിന്. കൃത്യമായ ജീവിത വീക്ഷണം, കൃത്യമായ ജീവിത ബോധം, കൃത്യമായ സംസ്കാരം, കൃത്യമായ അജണ്ടകൾ, ആരുടെ മുമ്പിലും തുറന്നു പറയാൻ പറ്റുന്ന ആശയങ്ങൾ. ഞാൻ പറയും, ഇതുപോലെ കേരളത്തിന്റെ ഒരുപാട് ദിക്കുകളിൽ, കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസമായി ഉള്ളവൻ വിവിധ സ്ഥലങ്ങളിൽ ഓരോ ദിവസവും ഒറ്റ ദിവസം ഒഴിവില്ലാതെ ഞങ്ങൾ ജനങ്ങളോട് മതം പറയുകയാണ്. എല്ലാവരോടുമാണ്.
ഹൈന്ദവരുടെ വീടുകളിൽ ഞങ്ങളുടെ പ്രവർത്തകർ കയറുന്നു, ക്രൈസ്തവരുടെ വീടുകളിൽ ഞങ്ങളുടെ പ്രവർത്തകർ കയറുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ ആലയങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകർ കയറുന്നു. കാരണം ഞങ്ങൾക്ക് എവിടെയും കയറിയിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളതിനെ ന്യായമായി എതിർക്കാൻ മനുഷ്യപ്പറ്റുള്ള ഒരാൾക്കും കഴിയില്ല. ലോകത്ത് ധാർമ്മികത ആഗ്രഹിക്കുന്ന ഒരാൾക്കും മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന കാര്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം മാനവികത എന്താണോ അത് പഠിപ്പിച്ചത് പ്രവാചകന്മാരാണ്. മാനവികത പഠിപ്പിച്ചത് ദൈവനിഷേധികളല്ല, വിശ്വാചാര്യന്മാരാണ്, ഋഷീശ്വരന്മാരാണ്. ധർമ്മത്തിന്റെ സംസ്ഥാപനമാണ് ലോകത്ത് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവിടെ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ പ്രവാചകൻ മക്കയിൽ വന്നു, അവർക്ക് സുപരിചിതമായിരുന്നു അദ്ദേഹത്തെ 40 വയസ്സുവരെ. ഇപ്പൊ ഇസ്ലാമിൽ അവതാര സങ്കല്പമില്ല. അവതാര സങ്കല്പമില്ലാത്തത് എന്തുകൊണ്ട് എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കണം. കാരണം ദൈവമാരാണ്? ദൈവം സർവശക്തനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞനാണ്, ഭക്ഷണം ആവശ്യമില്ലാത്തവനാണ്, അവനെ ലൈംഗികദാഹമില്ലാത്തവന്, ദൈവം പരിശുദ്ധനാണ്, തിന്മകൾ ചെയ്യാത്തവനാണ്. ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ മതങ്ങളുടെയും കൺസെപ്റ്റ്. അല്ലേ? ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുക. എല്ലാരും ചിന്തിക്കേണ്ട പോയിന്റാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുക. എന്നിട്ടോ ആ ദൈവം മനുഷ്യനായി വന്നിട്ട് പറയാം നിങ്ങൾ ഇങ്ങനെ ആവണം. സ്വാഭാവികമായും മനുഷ്യർക്ക് പറയാമെന്ത്? ദൈവമേ, നീ സർവശക്തനാണ്, നിനക്ക് ഭക്ഷണം ആവശ്യമില്ല, ഞങ്ങൾക്ക് നോമ്പ് വെക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഭക്ഷണം ആവശ്യമില്ല, പട്ടിണി കിടക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈംഗിക ദാഹത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്ക് നിവർത്തിക്കണം, അതിന് വഴി വേണം. ദൈവമാകുമ്പോൾ നീ സർവശക്തനാണ്, നിനക്ക് അതിനൊക്കെ കഴിയും. ഞങ്ങൾ മനുഷ്യരാണ്, ഭൂമിയിൽ ജീവിക്കുന്നവരാണ്, നീ പടച്ചതമ്പുരാനാണ്, അതുപോലെ നീ ആകുന്നത് പോലെ ആകാൻ ഞങ്ങൾക്ക് കഴിയില്ല. നേരെ മറിച്ച് ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം നമ്മുടെ നാട് കണ്ണവം ഒരു നബി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അറിയോ? ഈ നാട്ടിലൊരു വീട്ടിൽ ആയിഷയുടെ, അബ്ദുള്ളയുടെ, അല്ലെങ്കിൽ ആമിനയുടെ, അബ്ദുള്ളയുടെ, അല്ലെങ്കിൽ അബ്ദുൽ ഖാദറിന്റെ, ഖദീജയുടെ മകനായി ജനിച്ച് ആ നാട്ടുകാരിൽ ഒരാളായി വളർന്ന് അവർക്കവന്റെ കുട്ടിക്കാലം കാണാം, അവർക്കവന്റെ യൗവനം കാണാം, അവർക്കതിന്റെ വാർദ്ധക്യം കാണാം. അങ്ങനെയാണ് ഇസ്ലാം പ്രവാചകന്മാരെ അയക്കുന്നത്. പ്രവാചകന്മാർ ആ നാട്ടുകാരിൽ നിന്നാണ്, ആ ജനതക്ക് അറിയാവുന്നവരെയാണ്. എന്നിട്ട് അവര് വന്നിട്ട് പറയുമെന്ത്? അബ്ദുള്ളയുടെ, ആമിനയുടെ മോനാ ഞാനും നിങ്ങളെ പോലെ തന്നെ ഖുറൈശിയാണ്, പക്ഷെ ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ വ്യഭിചരിക്കുന്നില്ല, ഞാൻ സൃഷ്ടി ആരാധന നടത്തുന്നില്ല, ഞാനൊരു തിന്മയും ചെയ്യുന്നില്ല, ഞാൻ കച്ചവടം നടത്തുന്നുണ്ട്, പക്ഷെ അളവിലും തൂക്കത്തിലും ഞാൻ കൃത്രിമം കാണിക്കുന്നില്ല, ഞാനൊരു പെണ്ണിനെ ഒടിക്കണ്ടിട്ട് പോലും നോക്കുന്നില്ല, എനിക്ക് നിങ്ങളെപ്പോലെ വികാരമുണ്ട്, വിചാരമുണ്ട്, പക്ഷെ ഞാൻ ധാർമ്മികത ലംഘിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അപ്പൊ നമുക്കെന്നറിയാം, കണ്ണവം എന്ന് പറയുന്ന പ്രദേശത്ത് 2-3 യുവാക്കൾ ഇങ്ങനെ പറയണം, കുഞ്ഞിക്കണ്ണേട്ടന്റെ മകൻ സുരേഷ് നല്ല മോനാ, അവനെ കണ്ടാ പഠിക്കേണ്ടത് എന്ന് പറയാം. നേരെ മറിച്ച് ദൈവം ഭൂമിയിൽ വന്ന് നിങ്ങൾ നന്നാകണമെന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അവതാര സങ്കല്പമില്ല. മാത്രമല്ല അദ്വൈത ദർശനപ്രകാരം അവതാര സങ്കല്പം പാടില്ല. കാരണം എന്താ? അദ്വൈത ദർശനപ്രകാരം അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ ദൈവമാണ്, നീയും ദൈവമാണ്. എങ്കിൽ ദൈവത്തെ നന്നാക്കാൻ എന്തിനാ ദൈവം മനുഷ്യനാവിടെ? ഞാനും നിങ്ങളും ഒക്കെ ദൈവമാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി, അതാണ് ശങ്കര ദർശനം. ശങ്കര ദർശനപ്രകാരം ഞാനും നിങ്ങളൊക്കെ ദൈവമാണ്. ദൈവത്തിന് പിന്നെന്തിനാ ഒരു ദൈവം മനുഷ്യനായി നിങ്ങൾ നന്നാകണം എന്ന് പറയേണ്ട ആവശ്യം? നിങ്ങളുടെ ആവശ്യമുണ്ടോ? ഞാനും നിങ്ങളും ദൈവമാണെങ്കിൽ അതാണ് സൂഫി ചിന്ത. അനൽ ഹഖ് അൻതൽ ഹഖ്, അനൽ ഹഖ് അൻതൽ ഹഖ്. സൂഫി ചിന്ത അത് സന്നവസ്തുന്നാണ്. ഇറാനിലാണ് ആ സിദ്ധാന്തങ്ങൾ വന്നത്, ഇന്ത്യയിലേക്ക് വന്നത്. അതെന്താണ്? അനൽ ഹഖ് അൻതൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഞാനാണ് ദൈവം. അപ്പൊ ഞാനോ എന്ന മസി, നീയും അത് തന്നെ, നീ അതന്നെ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞ്. ആ സിദ്ധാന്തത്തെ മാധ്വാചാര്യൻ എതിർത്തു ദ്വൈത സിദ്ധാന്തത്തിലൂടെ, വിശിഷ്ടദ്വൈതത്തിലൂടെ രാമാനുജൻ എതിർത്തു. ഒരുപാട് പണ്ഡിതന്മാർ അതിനെ എതിർത്തു. കാരണം എന്താണെന്നറിയോ? മനുഷ്യൻ ദൈവമാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല, ഒരു പൊരുളുമില്ല. കാരണം നിങ്ങൾ ആലോചിച്ച്, ഞാൻ ഇന്ന് രാവിലെ ഏറ്റവും രാവിലെ കുറ്റ്യാടി കൂടെ വരുമ്പോ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് കള്ളിച്ചാപ്പിന്റെ മുമ്പിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എവിടെയാണ്? വിദേശ ബ്രാൻഡിയുടെ മുമ്പിലാണ്, അല്ലേ? മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ അത്ര ആളില്ല. സർക്കാർ ഹോസ്പിറ്റലിൽ രാവിലത്തെ ക്യൂ നോക്കിയാൽ 100-500 ആളുണ്ടാവും. കള്ളിഷാപ്പിന്റെ മുമ്പിലോ മിനിമം 2000 ആളുണ്ടാവും. എന്താ കഥ?
എന്താ കഥ? രാവിലെ തന്നെ കുടുംബത്തെ പോറ്റാൻ പോവുക ആണോ? നാട്ടുകാരെ ഭരിക്കാൻ പോവുക അല്ല. പേട്ട വെള്ളം കുടിച്ച് കാട്ടായി അടിച്ച് നടുറോട്ട് കിടന്ന് പടച്ച് മരിക്കാനാവുണ്ടൊക്കെ വിധി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നെറ്റില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കള്ളു കുടിച്ച് ബോധം കെട്ട് കിടന്ന ഒരുത്തനെ 4 നായ്ക്കൾ കൂടി മുഖം കടിച്ച് ചാമ്പലായി കളഞ്ഞു. മുഖത്ത് മാംസം തന്നെ ഇല്ല. മനസ്സിലായോ? മദ്യം അത്രയേറെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കള്ളിച്ചാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യരെ ചൂണ്ടി അഹം ബ്രഹ്മാസ്മി തത്വമസീനോ, ഞാനും ദൈവം നീയും ദൈവം. അപ്പൊ കള്ളു കുടിക്കുന്ന ദൈവങ്ങളോ, പെണ്ണ് പിടിക്കുന്ന ദൈവങ്ങളോ? ഞാൻ പറയുന്നു 44,389 ശിശു ബലാത്സംഗം നടന്നിവിടെ. ശിശു ബലാത്സംഗങ്ങൾ ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തില്, അമേരിക്കയിലല്ല, ഇന്തോനേഷ്യയിലല്ല, ഡെൻമാർക്കിലല്ല, മനസ്സിലായോ, ഓസ്ട്രേലിയയിലല്ല, ഈ മണ്ണിൽ, ഈ കേരളത്തിൽ. അപ്പൊ ഇത്രയും കുട്ടികളെ ബലാത്സംഗം ചെയ്തവരൊക്കെ പടച്ചോന്മാരാ? അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാനും ദൈവം നീയും ദൈവം. മനുഷ്യൻ വേറെ, ദൈവം വേറെ. വേദം പഠിപ്പിച്ച അങ്ങനെയാണ്. മനുഷ്യൻ മനുഷ്യനാണ്. അവന്റെ പ്രത്യേകത, അവനിൽ തമ്മാടിത്തമുണ്ട്, അവനിൽ നന്മയും. ഇതാണ് മനുഷ്യൻ. വിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടോളൂ, വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖുർആനിലെ 91-ാം അധ്യായം 7, 8, 9, 10 വചനങ്ങൾ. മനസ്സിലായി? അവിടെ പറയുന്നത് മനുഷ്യാസ്തിത്വത്തെ വ്യവസ്ഥപ്പെടുത്തിയ ദൈവിക വ്യവസ്ഥ തന്നെയാണ് സത്യം. മനുഷ്യന്റെ അസ്തിത്വത്തെ രൂപപ്പെടുത്തിയ ദൈവിക വ്യവസ്ഥയെ തന്നെയാണ് സത്യം. മനുഷ്യനിൽ തമ്മാടിത്വമുണ്ട്, മനുഷ്യൻ നന്മയുമുണ്ട്. നന്മ ചെയ്തും നന്മ പഠിപ്പിച്ചും നന്മ ശീലിപ്പിച്ചും നന്മയുടെ ആളാക്കി മാറ്റാം മനുഷ്യനെ. തിന്മ ചെയ്തും, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ജയിലിൽ കഴിയുന്ന, ഇപ്പൊ വിയൂർ ജയിലിൽ എന്നോടൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. എന്താ ആ പ്രചോദനം? എന്താ? കുറ്റവാളികൾ ചെന്നിട്ട് പിന്നെ അവര് സമൂഹത്തിന് മുമ്പിൽ മഹാകുറ്റവാളികളല്ല, അവർ ചെയ്ത തെറ്റിന് ഭൗതിക ലോകത്തെ ശിക്ഷ ഏറ്റുവാങ്ങി നല്ല മനുഷ്യരായിട്ട് അവർ പുറത്തു വരേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവര് പിന്നെ പുറത്തു വരേണ്ടത് നല്ലതായിട്ടാണ്. അവരെന്തെല്ലാം നല്ല കാര്യങ്ങൾ പിന്നെ ജയിലധികൃതരുടെ ഒത്താശയോടെ ചെയ്യുന്നു, പഠിക്കുന്നു. എന്തൊക്കെ നല്ല കാര്യങ്ങൾ, പല കാര്യങ്ങളും. അവർ ജീവിച്ച കാലത്ത് ചിലപ്പോൾ പക്ഷേ അവർ ടൈലറായിരിക്കും, ചിലപ്പോൾ നല്ല അധ്യാപകനായിരിക്കും. എന്തോ വികാരം തോന്നിയപ്പോൾ ഒരാളെ കുത്തിപ്പോയതാണ്. ജീവിതത്തിൽ ഒരിക്കലും അയാൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ കോടതി അയാൾക്ക് ശിക്ഷ വിധിച്ചാൽ അയാളുടെ മനസ്സിലുണ്ടാവുക നല്ല ചിന്തയാണ്, അയാളും നന്നാകണം എന്ന് തന്നെയാണ്. അവിടെയാണ് ഖുർആൻ പറയുന്നത്, മനുഷ്യനിൽ നന്മയുടെ ചിന്തയുമുണ്ട്, തിന്മയുടെ ചിന്തയുമുണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ആർ മനുഷ്യാസ്തിത്വത്തെ, ആത്മാവിനെ ആര് നന്നാക്കിയോ അവർ വിജയിച്ചു, ആത്മാവിനെ ആര് മലീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടു. ആത്മാവിനെ കുറിച്ചുള്ള ചർച്ച. സിഗ്മണ്ട് ഫ്രോയിഡ് തന്റെ മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആത്മാവിനെ കുറിച്ച് ആർക്കും അത് ചർച്ച ചെയ്യാൻ കഴിയില്ല. ശ്രീമദ് ഭഗവത്ഗീതയിൽ കാണാം, ആശ്ചര്യമത് വദ്യതദീ തദൈവ ജന്യ ആശ്ചര്യമോ വന്യശ്രണോദീ മൃതായ. ആത്മാവ് എന്ന് പറയുന്നത് അർജുന, അതൊരു അത്ഭുതമാണ്. ആശ്ചര്യത്തോടുകൂടി ചിലരതിനെ പറയും, ആശ്ചര്യത്തോടുകൂടി ചിലതിനെ പറ്റി വർണ്ണിക്കുന്നു, ആശ്ചര്യത്തോടുകൂടി ചിലത് കേൾക്കുന്നു. ആശ്ചര്യമത് വദ്യതദീ തദൈവ ജന്യ യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഖുർആനിലെ 17-ാം അധ്യായം 85-ാമത്തെ വചനമാണ്. ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു പ്രവാചക, ആത്മാവ് എന്താണ് എന്നവർ ചോദിക്കുന്നു. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് പടച്ച തമ്പുരാന്റെ അടുത്താണ്. ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ അറിവേ നൽകിയിട്ടുള്ളൂ. മനുഷ്യനാണ്, പക്ഷേ നിങ്ങൾക്ക് അറിവ് കുറവാണ്. നിങ്ങൾ കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്ക്. നിങ്ങളുടെ സൃഷ്ടാവ്, ലോകത്തിന്റെ നാഥൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സ് നന്നാക്കണമെന്നാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ഖുർആനിക വചനമുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അള്ളാഹു അവരെ മാറ്റൂലെന്നാണ്. ഇന്ത്യയുടെ പാർലമെന്റിലാണ് ഈ ഖുർആനിക വചനമുള്ളത്. 13-ാം അധ്യായം 11-ാമത്തെ വചനമാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അള്ളാഹു അവരെ മാറ്റൂല. ഇനി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാൻ, സൗദി അറേബ്യ എന്തുകൊണ്ട് നന്നായി, സൗദി അറേബ്യയിലെ ജനങ്ങൾ എന്തുകൊണ്ട് നന്നായി? കള്ളു കുടിച്ചിരുന്ന, പെണ്ണ് പിടിച്ചിരുന്ന, കൊലപാതകികളായ, കുറ്റകൃത്യങ്ങൾ മാത്രം ചെയ്ത, ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയ ആ ജനത, ഒരു ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി യുദ്ധം ചെയ്ത ഒരു ജനത എങ്ങനെ മാറി?
ഞാൻ ഈ പ്രസംഗിക്കുമ്പോ എനിക്ക് എല്ലാവരോടും പറയാനുള്ള, വിശിച്ച അമുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത്, ശ്രുമേപരം വജ. അർജുന, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറഞ്ഞല്ലോ ശ്രീകൃഷ്ണൻ. അതെനിക്ക് നിങ്ങളോട് വീണ്ടും പറയാൻ, ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യമ്പടിഞ്ഞുടെ വാക്കുകൾ. സംസാരകാരിണി ആയത് വിദ്യയും സംസാര നാശിനി ആയത് വിദ്യയും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്ക. നീ ചിത്രകൂടത്തിൽ വന്നപ്പോ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞ വാക്കാ, ലക്ഷ്മണ നീ നിന്റെ കോപാവസ്ഥ മാറ്റിവെച്ച് ശാന്തമായി ഞാൻ പറയണേക്ക്, അച്ഛനെ കൊല്ലും, അച്ഛനെ ഞാൻ വാളുകൊണ്ട് വെട്ടും, അവനായിൽ അമ്പെടുത്ത് എയ്യും എന്നൊക്കെ പറയണത് നല്ല മനുഷ്യന്മാർക്ക് ചേർന്നതല്ല. അത് തീവ്രവാദമാണ്, അത് ഭീകരവാദമാണ്, അത് അറിവില്ലായ്മയാണ്, അത് ഉണ്ടാവരുത്. അതുകൊണ്ട് വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യമ്പടിഞ്ഞുടെ വാക്കുകൾ. എന്റെ വാക്ക് നീ ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് രാമായണത്തിൽ ശ്രീരാമൻ പറഞ്ഞുവല്ലോ ലക്ഷ്മണനോട്. അതുപോലെ ഈ കണ്ണവത്തെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ എല്ലാരോടും എനിക്ക് പറയാനുള്ളത്, ശ്രദ്ധിച്ചു കേൾക്കണം എന്നാണ്. ആർക്കും കേൾക്കാം, എല്ലാവർക്കും അറിവുകേടുണ്ടാവും, അറിവും ഉണ്ടാവും, രണ്ടിന്റെയും സമ്മിശ്രമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എങ്ങനെ സൗദി അറേബ്യ നന്നായി? സൗദി അറേബ്യയിലെ ജനങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ മാതൃകയായി പഠിക്കേണ്ടതാണ്. എങ്ങനെയായി? പ്രവാചകനാണ് അവരുടെ മാറ്റത്തിന്റെ നിമിത്തമായി തീരുന്നത്. ഒരു വേദഗ്രന്ഥമാണ് അവരെ മാറ്റിയത്. ഞാൻ ചോദിക്കുന്നു, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ജീവിച്ച അവർ, ഈ തിന്മകളൊക്കെ ചെയ്ത അവർ എന്ത് പഠിപ്പിക്കപ്പെട്ടപ്പോഴാണ് മാറിയത്? എന്റെ ബാല സുരേന്ദ്ര ദേവദാസെ, പ്രിയപ്പെട്ട ബഹുമാന്യരായ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ വരെ എന്താണ് അവരെ മാറ്റിയത്? പ്രവാചകൻ എന്ത് പഠിപ്പിച്ചപ്പോഴാണ് അവർ മാറിയത്? അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രവാചകന്റെ ഭാര്യ ആയിഷ ബീവി, ആയിഷ എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു പ്രവാചകന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ. അവിടെയാണ് ഞാൻ നിങ്ങളോട് വളരെ ഗൗരവമായി പറയുന്നത്. ആയിഷ ബീവി പറയാൻ, മുഹമ്മദ് നബി മക്കയിൽ വന്നപ്പോൾ, എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ സംസാരിക്കുന്നു. മുഹമ്മദ് നബി മക്കയിൽ വന്നപ്പോ കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശക്ക് കൊടുക്കരുത് എന്നായിരുന്നു അദ്ദേഹം ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. മദ്യപാനം ഇല്ലാണ്ടാകണം നമുക്ക് ആഗ്രഹമുണ്ട്, വ്യഭിചാരം ഇല്ലാതാകണം നമുക്ക് ആഗ്രഹമുണ്ട്, ശിശു ബലാത്സംഗം ഇല്ലാതാകണം നമുക്ക് ആഗ്രഹമുണ്ട്, സ്ത്രീ പീഡനം ഇല്ലാതാകണം നമുക്ക് ആഗ്രഹമുണ്ട്, സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് പീഡിപ്പിക്കുന്ന പ്രശ്നം ഇല്ലാതാകണം നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആയിഷ ബീവി പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കെല്ലാരും. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ ഹൃദയത്തെ തട്ടി പറയും, നബിയുടെ ഭാര്യ പറയുന്ന വാക്ക്, പ്രവാചകൻ മക്കയിൽ വന്നിട്ട്, അതായത് മുഹമ്മദ് നബി മക്കയിൽ വന്നിട്ട് മദ്യപിക്കരുത് എന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞതെങ്കിൽ, വ്യഭിചരിക്കരുത് എന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞതെങ്കിൽ, അതുപോലെ പലിശക്ക് കൊടുക്കരുത്, വാങ്ങരുത് എന്നായിരുന്നു അദ്ദേഹം ഞങ്ങളോട് ആദ്യം പറഞ്ഞതെങ്കിൽ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്നായിരുന്നു ആദ്യം ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ മാറുമായിരുന്നില്ല. അപ്പൊ എല്ലാരും ഒന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ എന്തേ ഞങ്ങൾ മാറാൻ? 13 കൊല്ലം മക്കയിലെ 13 കൊല്ലം സാക്ഷാൽ പ്രപഞ്ചനാഥനെ, ഈ ലോകത്തിനൊരു കിട്ടാവുണ്ടല്ലോ, അവനെ ആരാന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ മാറി. നിങ്ങളെല്ലാവരും ആലോചിക്കണം, എന്താ നമ്മുടെ ഇന്ത്യ നന്നാകാത്തത്? ഞാൻ വളരെ ആരെയും വിഷമിപ്പിക്കാൻ പറയണ്ട. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ദൈവവിശ്വാസം ക്ലിയർ അല്ല. മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനത്തിന്റെ ക്ലിയർ അല്ല, അമുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനത്തിന്റെ ക്ലിയർ അല്ല. വേദം വിലക്കിയ വിശ്വാസമാണ് നമുക്കുള്ളത്. അതായത് ഹൈന്ദവ വേദം, ചതുർവേദം വിലക്കിയതാണ് നമ്മുടെ വിശ്വാസം. അതായത് ഹൈന്ദവരുടെ വിശ്വാസം ഋഗ്വേദത്തിലുള്ളതല്ല, സാമവേദത്തിലുള്ളതല്ല, യജുർവേദത്തിലുള്ളതല്ല, പൗരോഹിത്യം പഠിപ്പിച്ചതാണ്. യേശുക്രിസ്തു പഠിപ്പിച്ച സിദ്ധാന്തമല്ല ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ളത്. സെൻബോൾ എന്ന ജൂതനായ യേശുക്രിസ്തുവിന്റെ മുഖ്യ ശത്രു പഠിപ്പിച്ച ആദർശമാണ് അവരുടെ കയ്യിൽ. ചതുർവേദ സിദ്ധാന്തമല്ല ഇന്ത്യയിലുള്ളത്, ശങ്കര ദർശനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതുകൊണ്ട് എന്തായി? ഈ സമൂഹം കേടുവന്നു. പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളല്ല മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷം ആളുകൾ സ്വീകരിച്ചത്. അതുകൊണ്ട് സമൂഹം കേടുവന്നു. അവിടെ നമുക്കൊന്ന് തിരിച്ചു പോകാം. എങ്ങോട്ട്? വേദങ്ങളിലേക്ക്, പ്രവാചകന്മാരിലേക്ക്, യഥാർത്ഥ ദൈവത്തിലേക്ക്. ഇസ്ലാം ചെയ്തത് അതാ. ആദ്യമായി ഇസ്ലാം ചെയ്ത പണി എന്താ അറിയോ? ഈ ലോകത്തിനൊരു കിട്ടാവുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാരോടും നിങ്ങൾ ചോദിച്ചു നോക്ക്,
അല്ല സ്വാമിജി, ഞാൻ ചോദിച്ചിട്ടുണ്ട് എത്രയോ ക്ഷേത്ര സമ്മേളനങ്ങളിൽ ഈയുള്ളവൻ ചോദിച്ചിട്ടുണ്ട്, സ്വാമിജി ആകാശഭൂമികളെ സൃഷ്ടിച്ച ദൈവം ആരാ? ശ്രീരാമനാണോ? ശ്രീകൃഷ്ണനാണോ? ആണോ? ആരാ? വിഷ്ണുവാണോ? ബ്രഹ്മാവാണോ? ശിവനാണോ? അല്ല എന്ന്. പിന്നെ ആരാ? ലോകത്തിന്റെ സൃഷ്ടാവ്. അതാരാ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഒക്കെ സൃഷ്ടിച്ച ഒരാളാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇസ്ലാം പറയുന്നത്, ഖുർആൻ പറയുന്നത് മനുഷ്യരൊക്കെ ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. പറയനില്ല, പൊലയനില്ല, ബ്രാഹ്മണനില്ല, ചണ്ടാലനില്ല, ക്ഷത്രിയനില്ല, ഒന്നുമില്ല. എല്ലാവരും ഒരു ദൈവത്തിന്റെ അടിമകളാണ്. ഈ ലോകത്ത് ഒരു സൃഷ്ടാവിന്റെ അടിമകളാണ് എല്ലാവരും. ഒരച്ഛന്റെ അമ്മയുടെയും മക്കളാണ് എല്ലാവരും. ബാലനും ഭാസ്കരനും സുരേന്ദ്രനും ലാൽ കൃഷ്ണാദ്വാനിയും വിനയ് കത്യാരും അശോക സിംഗാളും ഉമാഭാരതിയും നരേന്ദ്രമോദിയും നെതന്യാവും മേരിയൽ ഷാരോനും ഫറോവ ചക്രവർത്തിമാരും അബ്രാഹാം പ്രവാചകനും മോസസ് പ്രവാചകനും പ്രൊഫറ്റ് മുഹമ്മദും എല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാവരും ആദമിന്റെ മക്കളാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാ. വിശുദ്ധ ഖുർആൻ 114 അധ്യായമാണ് ഖുർആൻ. 114 അധ്യായങ്ങളിൽ വിവിധ അധ്യായങ്ങളിൽ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് ഖുർആന്റെ സംസാരം. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച ദൈവം ഏകനാകുന്നു, അവനെയാണ് ആരാധിക്കേണ്ടത്. ഇസ്ലാം ഇത് പഠിക്കുന്നതോടുകൂടാണ് മനുഷ്യർ നന്നായി തുടങ്ങി. ഏകദൈവ ആരാധന സ്വീകരിക്കുന്നതോടുകൂടിയാണ് മനുഷ്യന്റെ നന്നാവലിന്റെ തുടക്കം. മനുഷ്യൻ ഒരു ദൈവത്തെ തന്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് എന്റെ എല്ലാ തിന്മകളും അറിയുന്ന സാക്ഷാൽ ഈശ്വരൻ, ഞാൻ ചെയ്യുന്ന ഏതേത് നന്മയും അറിയുന്ന സാക്ഷാൽ പ്രപഞ്ചനാഥൻ. ഇസ്ലാമിക സമൂഹം നന്നായത് എങ്ങനെ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, 2 പ്രബല വിശ്വാസമാണ് മുസ്ലിങ്ങളെ നന്നാക്കി. 2 ഉജ്ജ്വലമായ വിശ്വാസമാണ് മുസ്ലിങ്ങളെ നന്നാക്കിയത്. ഒന്ന് അചഞ്ചലമായ ദൈവവിശ്വാസം, 2 മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന വിശ്വാസം. ഈ 2 വിശ്വാസങ്ങളാണ് മനുഷ്യരെ നന്നാക്കുക. ഒരു ഉദാഹരണം പറയാം. മഹാഭാരത യുദ്ധം നടക്കുമ്പോ അർജുനൻ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല. ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, എല്ലാവരുമുള്ള ഒരു ലോകത്ത് ശ്രീകൃഷ്ണ ഞാൻ യുദ്ധം ചെയ്യില്ല, അവർക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, വയ്യ എന്ന് അർജുനൻ പറഞ്ഞപ്പോ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന, നിങ്ങൾക്കറിയാം, ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന ഭഗവത്ഗീതയിലെ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമുള്ള ഗീതയിലെ 2-ാമത്തെ അധ്യായം 37-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തന്നെ എന്താണ്? ഹദോവ പ്രാപ്തസ്തി സ്വർഗം ജിതോവാ ഭോക്ഷസേ മഹീം തസ്മാ ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അല്ലയോ അർജുന, ഹദോവ പ്രാപ്തസ്തി സ്വർഗം, നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗത്ത് പോകും. കണ്ടോ? ഈ യുദ്ധത്തിൽ ഇത് ധർമാധർമ്മ യുദ്ധമാണ്, ന്യായാന്യായ യുദ്ധമാണ്, ചുമ്മാ ഉള്ളൊരു യുദ്ധമല്ല, വെറും ദേശം വെട്ടിപ്പിടിക്കലല്ല, ഇതൊരു ധർമാധർമ്മ യുദ്ധമാണ്. അതുകൊണ്ട് ഹദോവ പ്രാപ്തസ്തി സ്വർഗം, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ നീ സ്വർഗത്ത് പോകും. അപ്പൊ സ്വർഗമുണ്ടോ? ഉണ്ട്. നരകമുണ്ടോ? ഉണ്ട്. അതും വേദം പറഞ്ഞു. അതല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്താ? പന്നിയായി, നായയായി, ചണ്ടാലനായി, ശൂദ്രനായി ജനിക്കുന്ന മനുസ്മൃതിയുടെ 1-ാം അധ്യായം 100-ാമത്തെ വചനം. മനുസ്മൃതിയുടെ 1-ാം അധ്യായം 100-ാമത്തെ വചനത്തിൽ എന്താണുള്ളത്? ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്, അവൻ ശൂദ്രനേക്കാൾ ഉന്നതനാണ് എന്നാണ്. അതാ സവർണ മേധാവിത്വം. ജാതി വ്യവസ്ഥയുടെ തുടക്കം അവിടെയാണ്. മനസ്സിലായോ? നോക്ക്, 100-ാമത്തെ വചനം മനുസ്മൃതിയുടെ 1-ാം അധ്യായം. ഭഗവാന്റെ മുഖത്തും സൃഷ്ടിക്കപ്പെട്ടവനും ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളും സൃഷ്ടിക്കപ്പെട്ടവൻ ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളും സൃഷ്ടിക്കപ്പെട്ടവൻ വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവൻ ശൂദ്രൻ. ചാതുർവർണ്ണ്യം മായാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ. അത് പിൽക്കാലത്തുണ്ടായതാ. യഥാർത്ഥത്തിൽ എന്താ വേദത്തിലുള്ളത്? ഹൈന്ദവ വേദത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷനിലെ അടിസ്ഥാന തത്വം എന്താണ്? ബാന്ധവാ മാനവാ സർവേ സ്വദേശാഭുവനത്രയം. ബാന്ധവാ മാനവാ സർവേ സ്വദേശാഭുവനത്രയം. ലോകമാണ് തറവാട്. വസുദൈവ കുടുംബകം. 714 കോടി മനുഷ്യരും ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ഇതിനേക്കാൾ സുന്ദരമായ കാര്യം എന്താ? ചുവന്ന ചാരട് നാടകെട്ടിയ ഭാസ്കരനും ഞാനും ഒക്കെ ഒരച്ഛന്റെ അമ്മയുടെയും മക്കളാണ്. ഇതിനേക്കാൾ നല്ലൊരു ഐക്യ സന്ദേശം ദുനിയാവിൽ വേറുണ്ടോ?
ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം. ലോകമാണ് തറവാട്, ലോകമാണ് തറവാട്. വസുദൈവ കുടുംബകം. ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കളാണ്. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താ മനുഷ്യരെ എന്ന് വിളിച്ച് യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. ഒരമ്മ വിളിക്കുകയാണെന്ന്. ആ അമ്മക്ക് 5 മക്കളുണ്ട്. ആ 5 മക്കളിൽ അമ്മ മോനെ, എന്റെ പൊന്നു മോനെ ഭാസ്കരാ എന്ന് വിളിക്കും. അപ്പൊ അതൊരു ഭാസ്കരനോട് മാത്രമായിട്ട് അമ്മക്കൊരു സ്നേഹം. നേരെ മറിച്ച് എന്റെ പൊന്നു മക്കളെ എന്ന അമ്മ വിളിച്ചാലോ അതെല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ വിളിച്ചത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. കണ്ടോ, അല്ലയോ മനുഷ്യരെ, സർവരാജ്യ തൊഴിലാളികളെ. സംഘടിക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കെതിരെ? സർവരാജ്യ മുതലാളിമാരെ എന്ന് പറഞ്ഞാൽ അതൊക്കെ വിഭാഗീയതയുടെ വിളിയാണ്. നേരെ മറിച്ച് ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ വചനം, ഖുർആനിലെ 22-ാം അധ്യായം 1-ാമത്തെ വചനം, 3-ാമത്തെ വചനം, 5-ാമത്തെ വചനം, 9-ാമത്തെ വചനം, 11-ാമത്തെ വചനം, അതുപോലെ തന്നെ 73-ാമത്തെ വചനം, ഖുർആനിലെ 49-ാം അധ്യായം 13-ാമത്തെ വചനം, ഖുർആനിലെ 82-ാം അധ്യായം 6-ാമത്തെ വചനം, ഖുർആനിലെ 84-ാം അധ്യായം 5-6 വചനങ്ങൾ, ഖുർആനിലെ 85-ാം അധ്യായം 5-6 വചനങ്ങൾ. അതിലെല്ലാം പറയുന്നത് മനുഷ്യരെ, മനുഷ്യരെ, മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് പറയാണ് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും. ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഉണ്ടായ മനുഷ്യവർഗം ഉൾക്കൊള്ളേണ്ട ഒരു പൊതു തത്വമുണ്ട്. അതെന്താണ്? ഈ പ്രപഞ്ചം ഏറ്റവും അത്ഭുതകരമായി കണ്ണവത്തി ഈ പ്രസംഗം നടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനമായ പോയിന്റ്, മനുഷ്യവാസമില്ലാത്ത, ചിന്തിക്കണം. സാധാരണ കേൾക്കുന്ന ഒരു മതപ്രസംഗമായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. അതെനിക്കൊരു അപേക്ഷയാണ്. ഇത് മനുഷ്യനെ ചിന്തിക്കാൻ വേണ്ടി തന്നെ പറയുന്ന മാറ്റണ്ട. അതായത് കണ്ണോത്ത് ഈ പരിപാടി നടന്നാലും ഇന്നലത്തെ പോലെ തന്നെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഒരർത്ഥമില്ല. ഞാൻ ചങ്കിട്ട് കീറിയിട്ട് ഒരർത്ഥമില്ല. നേരെ മറിച്ച് ഇന്ന് ഈ പ്രസംഗം നടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരുത്തന്റെ വിശ്വാസത്തിൽ ഒരു തെറ്റുണ്ടെങ്കിൽ തിരുത്തപ്പെടണം. അത് ഹിന്ദുവിൻ്റെതാണെങ്കിൽ ഹിന്ദുവിൻ്റെത്, ക്രിസ്ത്യാനിന്റെ ആണെങ്കിൽ ക്രിസ്ത്യാനിൻ്റെത്, മുസ്ലിമിന്റെ ആണെങ്കിൽ മുസ്ലിമിന്റെ. ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഈ പന്തലും ഈ സ്റ്റേജും മൈക്കും ഇയാൾക്ക് കുറച്ച് പൈസ അത്ര, വേറൊന്നും ഉണ്ടാവും. വേറൊന്നും അതിലുണ്ടാവില്ല. നേരെ മറിച്ച് ചിന്തിക്കോളത്തോളം ഞാൻ ചോദിക്കുന്നു, മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇതാണ് എന്റെ ചോദ്യം, ലോകത്ത് മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് എന്റെ ബാലചന്ദ്ര ആകാശം ഉണ്ടായിരുന്നോ? ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ആകാശം ഉണ്ടോ? ദശരഥ മഹാരാജാവിന്റെ പുത്രനായ പുത്രകാമേറ്റ് യാഗം നടത്തി യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകൈ, കൗസല്യ, സുമിത്ര മൂവരും കഴിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിച്ചു. അതിനു മുമ്പ് ആകാശമുണ്ടോ? ഉണ്ട്. ഭൂമിയുണ്ടോ? ഉണ്ട്. സാഗരങ്ങളുണ്ടോ? ഒന്നുകൂടെ ക്ലിയർ ആക്കിക്കോ. മനുഷ്യവാസമില്ലാത്ത ഈ ഭൂമിയിൽ മനുഷ്യനെയല്ല, പക്ഷെ അന്ന് ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, രാവുണ്ടാകുന്നുണ്ട്, പകലുണ്ടാകുന്നുണ്ട്. കാനനങ്ങളിൽ മൃഗങ്ങളുണ്ടായിരുന്നു, കാട്ടാറുകളുണ്ടായിരുന്നു, പുളഞ്ഞൊഴുകുന്ന നദികളുണ്ടായിരുന്നു, അല്ലേ? അതിന്റെയൊക്കെ നാഥനാരാ? ആരാ? അന്ന് ഉറപ്പാണ് ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, മുഹമ്മദ് നബി ഇല്ല, യേശുക്രിസ്തു ഇല്ല, പിശാരിക്കാവൽ അമ്മല്ല, വള്ളിക്കാവൽ അമ്മല്ല, മുനമ്പത്തെ ബീവിയും തെരുവത്തെ ദേവിയും ഇല്ല എന്നെല്ലാവർക്കും ഉറപ്പാണ്. ശരി, എങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോളർ ആരാ? നിങ്ങൾക്ക് അഥർവവേദം 13-ാം അധ്യായം 5-ാം പർവ്വം 4 മുതൽ 21 വരെയുള്ള വചനം. അഥർവവേദം 15-ാം അധ്യായം 5-ാമത്തെ പർവ്വം 21, 22 വചനങ്ങൾ. കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനം. എന്താ പറയുന്നത്? ദൈവത്തെ പറ്റി എന്താ പറയുന്നത്? ദൈവത്തെപ്പറ്റി കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും അക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും ഒക്കെ പടച്ചോനാന്നാ, ദൈവാന്നാ? അല്ലേ അല്ല. പിന്നെന്താ പറയും? ഞങ്ങൾക്ക് വായിച്ച് കളിപ്പിച്ചുതരാം. എന്റെ വകയായി പറയാതെ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കളിപ്പിച്ചു തരാം. കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനം ഞാൻ ഒരു ഭാഗം വായിച്ചാദ്യം കേൾപ്പിച്ചു തരാം. കൃഷ്ണ യജുർവേദത്തിൽ നിന്ന് 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനം. എന്തിനാ തെളിവ് പറയുന്നത്? കൃത്യമായിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാനും പഠിക്കാനുമാണ്. പഠിച്ചിട്ട് ഒന്നിച്ച് മുന്നേറാനാണ്. ഇനിയൊരു ബാബരി മസ്ജിദ് ഇഷ്യൂ ഉണ്ടാകരുത്, ഇനിയൊരു വിഗ്രഹധ്വംസനമോ ഇനിയൊരു കലാപമോ ഇനിയൊരു പള്ളി കയറി തല്ലോ ഉണ്ടാകരുത്. ഉണ്ടാകാതിരിക്കണമെങ്കിൽ യഥാർത്ഥത്തിലേക്ക് തിരിച്ചു പോകണം. മഹാഭാരത യുദ്ധം നടക്കുമ്പോ ദുര്യോധനൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ നമ്മൾ ജയിക്കുമോ?
അപ്പൊ അമ്മ പറഞ്ഞു, മോനെ യഥോധർമ്മസ്തുതോ ജയ. അതാ നമ്മൾ പറയേണ്ടത്. ഏതൊരു ഹിന്ദുവും പറയേണ്ട വാക്കതാ, യഥോധർമ്മസ്തുതോ ജയ. ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയം, അവിടെ വിജയം. അല്ലാതെ ഹിന്ദു എവിടെ ഉണ്ടോ അവിടെ വിജയം, മുസ്ലിം എവിടെ ഉണ്ടോ അവിടെ വിജയം, ക്രിസ്ത്യാനി എവിടെ ഉണ്ടോ അവിടെ വിജയം എന്നല്ല. സത്യം എവിടെയുണ്ടോ അവിടെ വിജയം. കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ആർച്ചിൽ എഴുതി വെച്ച വാചകം എന്താ? സത്യമേവ ജയതേ, സത്യമേവ ജയതേ. സത്യമേ ജയിക്കുള്ളൂ, സത്യമേ ജയിക്കാൻ പാടുള്ളൂ. ഖുർആനിലെ 17-ാം അധ്യായം 82-ാമത്തെ വചനം, ജാഅൽ ഹഖ് വസഅകൽ ബാതിലു ഇന്നൽ ബാതില കാന സഊക. എന്താ അതിന്റെ അർത്ഥം? സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. അസത്യം പരാജയപ്പെടേണ്ടത്. മുസ്ലിം വന്നു, നാട് ജയിച്ചു എന്നല്ല. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. അപ്പൊ സത്യം മുസ്ലിമിന്റെ കൂടെയാണെങ്കിൽ മുസ്ലിം ജയിക്കണം, സത്യം ഹൈന്ദവന്റെ കൂടെയാണെങ്കിൽ ഹൈന്ദവൻ ജയിക്കണം, സത്യം കോൺഗ്രസിന്റെ കൂടെയാണെങ്കിൽ കോൺഗ്രസ് ജയിക്കണം, സത്യം ഉമ്മൻചാണ്ടിയുടെ കൂടെയാണെങ്കിൽ അദ്ദേഹം ജയിക്കണം, അല്ല VS അച്യുതാനന്ദന്റെ കൂടെയാണെങ്കിൽ അദ്ദേഹം ജയിക്കണം. ഇങ്ങനെ ഒരു മനസ്സുണ്ടാവുമോ നമുക്ക്? സത്യം ആരാണോ പറയുന്നത് ഞങ്ങൾ അവിടെ അല്ല. നമുക്കിപ്പോ അങ്ങനെയല്ല. നമ്മുടെ സഖാവ്, നമ്മുടെ നേതാവ്, അതുകൊണ്ട് അവിടെ വെക്കുക. അതെന്ത് വൃത്തികേടായാലും സത്യമേവ ജയതേ യഥോധർമ്മസ്തുതോ ജയ, അത് നമുക്ക് ഉണ്ടാവലില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃഷ്ണയജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാചകം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. കേട്ടോളൂ നിങ്ങൾ. ചതുപ്പ് നിലങ്ങളുടെയും നടവഴികളുടെയും നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും പുഴികളുടെയും ആലകളുടെയും ഗുഹകളുടെയും ജലാശയങ്ങളുടെയും നിലാവിന്റെയും ശബ്ദങ്ങളുടെയും ധൂളികളുടെയും ചെടികളുടെയും ചുള്ളിക്കമ്പുകളുടെയും അതുപോലെ കൊഴിഞ്ഞ പച്ചിലകളുടെയും അതുപോലെ ഭൂമിയിൽ വീണ ഇലകളുടെയും മരത്തിലെ പച്ച ഇലകളുടെയും പുളഞ്ഞൊഴുകുന്ന അരുവികളുടെയും നാഥനായ സാക്ഷാൽ പടച്ചോനെ പ്രപഞ്ചനാഥ, ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നാണ് എവിടെയുള്ളത്? കൃഷ്ണയജുർവേദം 4-ാം അധ്യായം 6-9. ഇനി ഞാൻ ഇവിടുത്തെ ഹൈന്ദവരോട് ചോദിക്കുന്നു, ഈ ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? കാടിന്റെ, മേടിന്റെ, ആകാശത്തിന്റെ, ഭൂമിയുടെ, സൂര്യന്റെ, ചന്ദ്രന്റെ, നക്ഷത്രങ്ങളുടെ ദൈവത്തെയാണോ ആരാധിക്കുന്നത്? എങ്കിലത് ശ്രീരാമനല്ല, എങ്കിലത് ശ്രീകൃഷ്ണനല്ല, എങ്കിൽ യേശുക്രിസ്തു അല്ല, മുഹമ്മദ് നബി അല്ല, പിശാരിക്കാവിൽ അമ്മയല്ല. അല്ല, പിന്നെ ആരാധിക്കേണ്ടത്? ഈ പറഞ്ഞ ക്വാളിറ്റി ആർക്ക്